ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നതിന് ശേഷം സമ്മർ സ്ലാമിൽ നടന്ന മാച്ചിനെ പറ്റിയും ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി നടക്കാൻ ബാഷ് ഇൻ ബെർലിൻ പെപ്പർ വ്യൂവില് കോഡി റോഡ്സിന്റെ എതിരാളിയായിട്ട് വരാൻ പോകുന്നത് ആരാണ്, അല്ലെങ്കിൽ സോളോ സിക്കാവ ആൻഡ് ബ്ലഡ് ലൈൻ ഇവരാണ് വന്നത്. അപ്പോൾ സോളോ സിക്കാവ വന്നതിന് ശേഷം നീ മറ്റെതിരാളികളെയൊന്നും അന്വേഷിക്കണ്ട, എനിക്ക് റീമാച്ച് തരണം, നീ റോമൻ റൈൻസ് കാരണമാണ് സമ്മർ സ്ലാമിൽ ജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് കോഡി പറയുന്നത് ജേക്കബ് ഫർട്ടിനെ കൊണ്ടുവന്ന കാര്യത്തെ പറ്റി. എന്നിട്ട് കോഡി പറയുന്നുണ്ട്, നിനക്ക് റീമാച്ച് ഒന്നും തരാൻ സാധിക്കില്ല, ഞാൻ പറഞ്ഞിരുന്നു നിന്നെ സമ്മർ സ്ലാമിൽ തോൽപ്പിക്കുമെന്ന്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് റീമാച്ച് ഒന്നും തരാൻ സാധിക്കില്ല എന്നൊക്കെ പറയും. പിന്നീട് സോളോ സിക്കാവ ടീം കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ ആ സമയത്ത് കെവിൻ ഓവൻസ് 2 ചെയറുമായി വന്ന് ഒരു ചെയർ കോഡി റോഡ്സിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ സേവ് ചെയ്യും. പിന്നീട് സോളോ സിക്കാവ പോയതിനു ശേഷം കെവിൻ ഓവൻസ് റിംഗ് വിട്ട് പോകാൻ നോക്കും. എന്നാൽ കോഡി റോഡ്സ് കെവിൻ ഓവൻസിനോട് തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിന്റെ കയ്യിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിന് കെവിൻ ഓവൻസിന് ഒരു അവസരം കൊടുക്കും. അതായത് നീ എൻ്റെ കൂടെ ബാഷ് ഇൻ ബെർലിനിൽ മാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട കെവിൻ ഓവൻസ് അതൊന്നും ശരിയാകില്ല, എന്നേക്കാൾ യോഗ്യതയുള്ള റെസ്ലേഴ്സ് ബാക്ക് സ്റ്റേജിൽ നിറയെ ഉണ്ട്, അതുകൊണ്ട് നീ അവരെ തിരഞ്ഞെടുക്കണം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാച്ച് എല്ലാം തോറ്റാണ് മുന്നോട്ട് പോകുന്നത്, എനിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിനുള്ള അർഹത ഇപ്പോഴില്ല എന്നൊക്കെ. പിന്നീട് കെവിൻ ഓവൻസ് മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കോഡി റോഡ്സ് പറയും. അതായത് ചാമ്പ്യൻഷിപ്പുകൾ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും കെവിൻ ഓവൻസ് എങ്ങനെയാണ് WWE പോയത് എന്നൊക്കെ. എന്നിട്ട് പറയുന്നത് നിനക്ക് എന്തായാലും ഇപ്പോൾ എൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്നാണ്. പിന്നീട് ഫാൻസും അത്തരത്തിൽ ചാൻഡ് ചെയ്യും, കെവിൻ ഓവൻസ് അത് അർഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും കെവിൻ ഓവൻസ് ആ മാച്ചിന് അധികം ഓക്കെ പറയില്ല. പിന്നീട് കോഡി നിക്ക് ആൾഡിൻസുമായി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കും. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ച് നിക്ക് ആൾഡിൻസിനെ കണ്ട് കോഡി റോഡ്സും കെവിൻ ഓവൻസും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിക്ക് ആൾഡിൻസ് ഈ മാച്ച് വയ്ക്കാൻ നോക്കുമ്പോൾ കെവിൻ ഓവൻസ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിയാൻ നോക്കും. അപ്പോൾ തന്നെ നിക്ക് ആൾഡിൻസ് എന്നാൽ റോമൻ റെയിൻസിന് ഒരു റീമാച്ച് ആവശ്യമാണ്, അതുകൊണ്ട് റോമൻ റെയിൻസിന് മാച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കെവിൻ ഓവൻസിന്റെ സ്വഭാവം മാറി. റോമൻ റെയിൻസിനൊന്നും മാച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നിറയെ റെസ്ലേഴ്സ് ബാക്ക് സ്റ്റേജിലുണ്ട്, അവർക്ക് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക, അവർക്ക് യോഗ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിക്ക് ആൾഡിൻസ് എനിക്കതിന് ബാക്ക് സ്റ്റേജ് വരെ പോകേണ്ട ആവശ്യമില്ല, എൻ്റെ മുന്നിൽ തന്നെ ഒരുത്തൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കെവിൻ ഓവൻസുമായിട്ടുള്ള മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അപ്പോൾ ഇവരുടെ സ്റ്റോറി ലൈൻ എത്രമാത്രം സെറ്റ് ആകുമെന്നറിയില്ല. മാച്ച് ബാഷ് ഇൻ ബെർലിനിൽ നടക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് കാണാൻ സാധിക്കും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 ചാമ്പ്യൻഷിപ്പ് മാച്ചിൻ്റെയും റിസൾട്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഇനി സ്മാക്ക് ഡൗൺ മുന്നോട്ട് പോകുമ്പോൾ കെവിൻ ഓവൻസിനെ ബ്ലഡ് ലൈൻ ടീം അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ്. കാരണം സോളോ സിക്കാവയ്ക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയും കാണിച്ചേക്കാം. അതല്ലാതെ ഈ മാച്ച് വന്നാൽ 2 വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചും പ്രിഡിക്റ്റബിൾ മാച്ചായിട്ട് മുന്നോട്ട് പോകും. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കണ്ടൻഡേഴ്സ് മാച്ച്. ഈ മാച്ച് നടന്നത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് അസ്റ്റൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നീട് ജേഡ് കാർഗിൽ വേഴ്സസ് വുമൺസ് ടാഗ് ടീം ചാമ്പ്യനായ ആൽബ ഫയർ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചും വലുതായിട്ടൊന്നും തോന്നിയില്ല. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആൽബ ഫയറിനെ വളരെ സിമ്പിളായി ഫിനിഷർ ചെയ്ത് ജേഡ് കാർഗിലാണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നീട് ബിയാങ്ക ബെലറുമായി സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്ലെയർ ഡേവൻപോർട്ട് അവിടെ വന്നുകൊണ്ട് ആൽബ ഫയറോ ടീമുമായി ഒന്നിച്ച് ഇവരെ അറ്റാക്ക് ചെയ്തിരുന്നു. അതേസമയം നയോമി അവിടെ വന്ന് ഇവരെ സേവ് ചെയ്ത് നയോമി വേഴ്സസ് ബ്ലെയർ ഡേവൻപോർട്ട് നെക്സ്റ്റ് വീക്ക് കൺഫേം ചെയ്തു. അതിനുശേഷം ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ LA നൈറ്റ് സമ്മർ സ്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ലോഗൻ പോളിൻ്റെ ഹോം ടൗണിൽ വെച്ച് തന്നെ ലോഗൻ പോളിനെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെൻറ്റുമായി മുന്നോട്ട് പോകും. അതായത് താൻ വന്നിട്ട് ഇത്രയും നാളായി ഇപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്, അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് ഫാൻസുമായി സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതേസമയം അവിടെ ലെഗാഡോ ഡെൽ പൻഡാസ്മ അതായത് സാന്റോസ് എസ്കോബാർ വന്നു LA നൈറ്റിൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് സാന്റോസ് എസ്കോബാർ ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ LA നൈറ്റ് പറഞ്ഞത് എന്നെ തോൽപ്പിക്കുന്നത് അവിടെ നിൽക്കട്ടെ, നീ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന നമ്പർ 1 കണ്ടൻഡർ മാച്ചിൽ ആദ്യം വിൻ ചെയ്യ്, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാം എന്ന ടൈപ്പിലാണ്. പിന്നീട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് ആൻഡ്രോയിഡ് വേഴ്സസ് സാന്റോസ് എസ്കോബാർ ഇവർക്ക് തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ച് നടന്നു. മുൻപ് ആൻഡ്രോയിഡ് ചെയ്ത കാർമെലോ ഹെയ്സിന്റെ കൂടെയുള്ള മാച്ചൊക്കെ വേറെ ലെവലായിരുന്നുവെങ്കിൽ ഇത് അത്രയ്ക്കൊന്നും വന്നില്ല. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ബാരൺ കോർബൻ ആൻഡ് അപ്പോളോ ക്രൂസ് വന്നുകൊണ്ട്
ഹുംബർട്ടോ ഏഞ്ചൽ ഇവരെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ആൻഡ്രോയിഡെ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കാർമെലോ ഹെയ്സ് വന്നുകൊണ്ട് ആൻഡ്രോയിഡിനെ ചീറ്റ് ചെയ്യും. ശേഷം ആൻഡ്രോയിഡേക്ക് ഡബിൾ നീ ചെയ്യാൻ സാധിക്കാതെ ആകുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് സാന്റോസ് എസ്കോബാർ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ സാന്റോസ് എസ്കോബാറാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിന്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ആൻഡ്രോയിഡ് വേഴ്സസ് കാർമെലോ ഹെയ്സ് ഇവർക്കൊരു മാച്ച് ബാഷിൻ ബെർലിനിൽ കൊടുത്താൽ ചിലപ്പോൾ 5 സ്റ്റാർ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വീക്ക്ലി ഷോയിൽ തന്നെ പൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഗ്രേസൺ വാലർ വേഴ്സസ് കെവിൻ ഓവൻസ് ഇവർക്ക് നെക്സ്റ്റ് വീക്ക് നിക്ക് ആൾഡിൻസ് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ഒരു മാച്ച് കൺഫേം ചെയ്തു. വീണ്ടും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കണ്ടന്റേഴ്സ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് മുൻ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന DIY വേഴ്സസ് പ്രീതി ഡെഡ്ലി ടീമിനാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഷാട്ടർ മെഷീൻ ഫിനിഷറും ഇവരുടെ ഡബിൾ ഫിനിഷറും ഹെൽട്ടോൺ പ്രിൻസിനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ DIY ടീമാണ് വിൻ ചെയ്തത്. ഇനി മുൻപ് വിൻ ചെയ്ത സ്ട്രീറ്റ് പ്രോഫിറ്റ്സുമായിട്ട് ഫൈനൽ മാച്ച്. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് ട്രൈബൽ ചീഫ് സോളോ സിക്കാവയുടെ സെഗ്മെന്റ് ആണ്. അപ്പോൾ സോളോ സിക്കാവ വന്നതിന് ശേഷം കോഡി റോഡ്സുമായിട്ടുള്ള വിഷയത്തിലേക്ക് താൻ റോമൻ റെയിൻസുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുമെന്നും അതുപോലെ റോമൻ റെയിൻസിനോട് ഞാനാണ് ഇപ്പോൾ ട്രൈബൽ ചീഫ്, നിനക്ക് വീണ്ടും ട്രൈബൽ ചീഫ് ആകണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മാല നീ എടുക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ വരാനൊക്കെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിനെ റിങ്ങിലേക്ക് വിളിക്കും. അപ്പോൾ അതിനേക്കാൾ മുൻപായിട്ട് ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ പറഞ്ഞിരുന്നു ഫാൻസിനോട്. പിന്നീട് റോമൻ റെയിൻസ് റസൽമേനിയ തീം മ്യൂസിക് തന്നെ അവിടെ ഉപയോഗിച്ചുകൊണ്ട് സ്മാക്ക് ഡൗണിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം റിങ്ങിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് സോളോ സിക്കാവ ടോങ്ക ലോവയോട് പറയുന്നുണ്ട് റോമനെ അറ്റാക്ക് ചെയ്യാൻ. ശേഷം ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ റോമൻ അവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് സ്റ്റെപ്പ് ഉപയോഗിച്ച് ഇവരെ 2 പേരെയും ആക്രമിക്കും. അതിനുശേഷം റിങ്ങിൽ കയറി സോളോ സിക്കാവയുടെ കൂടെ ഫേസ് ടു ഫേസ് നിന്ന് പിന്നീട് ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുത്ത് സ്പിയർ അടിക്കാൻ പോകുന്ന സമയത്ത് ടോങ്കലോവ സേവ് ചെയ്യും സോളോ സിക്കാവനെ. പിന്നീട് റോമൻ ആ ഒരു മാലയെല്ലാം എടുക്കാൻ നോക്കുന്ന സമയത്ത് വീണ്ടും ടോങ്കയെല്ലാം കയറി റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ തന്നെ സോളോ സിക്കാവ ആ ഒരു മാലയെല്ലാം വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും എസ്കേപ്പായി, അതായത് എൻട്രൻസിൻ്റെ അവിടേക്ക് പോയി. പിന്നീട് റോമൻ ഇവരെ തിരിച്ചടിച്ച് ടോങ്കയ്ക്ക് റിങ്ങിൽ വെച്ച് ഒരു സ്പിയർ കൊടുത്തു. അതേപോലെ ടോങ്കലോവയ്ക്ക് ബാരിക്കേഡിൻ്റെ സൈഡിൽ വെച്ച് ഒരു സ്പിയർ കൊടുത്തുകൊണ്ട് ബാരിക്കേഡെല്ലാം പൊളിച്ചു കളഞ്ഞു റോമൻ റെയിൻസ്. അതിനുശേഷം കലി മാറാതെ അവിടെ നിന്നും ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് നിറയെ ചെയർ ഷോട്ട് ടോങ്കലോവയെ ചെയ്തു. അതോടുകൂടി ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ റോ എപ്പിസോഡ് വേറെ ലെവൽ ഷോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഈ സ്മാക്ക് ഡൗൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഒരു തരി പോലും ഈ സ്മാക്ക് ഡൗണിൽ ഉണ്ടായിരുന്നില്ല. അതായത് റോമൻ റെയിൻസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് വെക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയോ തട്ടിക്കൂട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. സ്മാക്ക് ഡൗൺ ഒട്ടും സെറ്റായില്ല. എന്നാൽ ഇടയ്ക്ക് ചില മാച്ചെല്ലാം കുഴപ്പമില്ലാതെ പോയി. മെയിനായിട്ടുള്ള പ്രശ്നം ജേഡ് കാർഗിൽ, ബിയാങ്ക ബെല്ലർ ഇവരുടെ ടീമാണ്. വെറുപ്പിക്കൽ സ്റ്റോറി ലൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ അവരെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് കമൻറ്റ് ചെയ്യുക. അതേസമയം റോ നോക്കുമ്പോൾ വുമൻസ് ഡിവിഷൻ അടക്കം അടിപൊളിയായിട്ടാണ് പോകുന്നത്. പിന്നെ റോമൻ റെയിൻസ് സോളോ സിക്കാവയോട് പ്രതികാരം ചെയ്ത സെഗ്മെന്റ് അടിപൊളിയായി പോയിട്ടുണ്ട്. അതായത് മെയിൻ ഇവന്റ് സെഗ്മെന്റ്. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.